ശാന്തി. മനസ്സിന്റെ ഉയർന്ന സ്ഥിതിയിലൂടെ എല്ലാ ആശകളും സ്വതവേ പൂർത്തീകരിക്കപ്പെടുന്നു. ഈ യുക്തിയാണ് സദാ സന്തുഷ്ടമാക്കുന്നത്. ഞാൻ സർവപ്രാപ്തികളുടെയും ദാതാവിന്റെ കുട്ടി, സർവപ്രാപ്തി സ്വരൂപമാകുന്നു. ഞാൻ ദേഹത്തിൽ നിന്നും വേറിട്ട് സ്വയം തന്നെ കാണുകയാണ്. ഞാൻ ഈ ശരീരമല്ല, മസ്തക മധ്യത്തിൽ സ്ഥിതമാകുന്ന ചൈതന്യ ആത്മാവാകുന്നു. സ്വയം രചയിത പരമാത്മാവിനെ സർവപ്രാപ്തികളുടെയും ദാതാവിനെ എന്റേതാക്കിയിരിക്കുന്നു. സ്വയം സർവപ്രാപ്തികളുടെയും ദാതാ സ്വന്തമായെങ്കിൽ ചിന്തിക്കാൻ എന്തിരിക്കുന്നു? എനിക്ക് സർവ്വതും ലഭിച്ചിരിക്കുന്നു. ബാബയെ ലഭിച്ചു, അപ്പോൾ സർവ്വതും ലഭിച്ചു. സർവപ്രാപ്തികളും സ്വതവേ ഉണ്ടാകുന്നു. ജ്ഞാനം, ഗുണം, ശക്തികൾ, സന്തോഷം സർവ്വതും ദാതാവിൽ നിന്ന് ലഭിച്ചു. ഞാൻ ആത്മാ പൂർണ്ണമായും സന്തുഷ്ടമാണ്. മനസ്സിൽ യാതൊരാഗ്രഹവുമില്ല. ഇത്രയും തൃപ്തി നിറഞ്ഞ അവസ്ഥയിൽ യാചിക്കാതെ തന്നെ സർവ്വതും ലഭിച്ചിരിക്കുന്നു. മനസ്സിൽ യാചിക്കാനുള്ള സങ്കല്പം പോലുമില്ല. ഞാൻ സർവപ്രാപ്തി ദാതാവിന്റെ കുട്ടി, മാസ്റ്റർ ദാതാവാണ്. ഞാൻ സമാനധാരി ആത്മാ, സർവപ്രാപ്തി സ്വരൂപധാരിയാണ്. മാസ്റ്റർ ദാതാവാകുന്നു. ദാതാവിന്റെ കുട്ടി സ്വയം ദാതാവായി സ്വതവേ നൽകുന്നു. രചയിത സർവപ്രാപ്തി ദാതാ ബാബയിൽ നിന്നും അത്രയും വലിയ പ്രാപ്തി ലഭിച്ചിരിക്കുന്നു. അപ്പോൾ പേരും പെരുമയും ബഹുമാനത്തിന്റെയും പദവിയുടെയും ഇച്ഛയില്ല, ആശയില്ല. മനസ്സ് സന്തുഷ്ടമാണ്, സ്ഥിതി ഉയർന്നതാണ്, ഏകരസമാണ്. ഞാൻ ആത്മാ സന്തുഷ്ടമണിയാണ്. ഞാൻ ഭർപ്പൂറാകുന്നു, സന്തുഷ്ടമാണ്. ഇച്ഛാ മാത്രം അവിദ്യാസ്വരൂപമാകുന്നു. നിരന്തരം ഈ സ്മൃതിയുണ്ടാകുന്നു. ഞാൻ സമാനധാരി മാസ്റ്റർ ദാതാവാണ്. അതിനാൽ യാതൊരു പരിധിയുള്ള ആശകളുമില്ല. സംഗമയുഗത്തിൽ എൻ്റെ ആശയാണ് പാവനമായി മാറി ബാബയെ ഓർമ്മിച്ച് ബാബയിൽ നിന്നും പൂർണ്ണ സമ്പത്തെടുക്കണം. ഈ ഇച്ഛയിലൂടെ മറ്റെല്ലാ ആശകളും പൂർത്തിയാകും. ഞാൻ പരിധിയില്ലാത്ത ബാബയിൽ നിന്നും പരിധിയില്ലാത്ത സമ്പത്തെടുക്കാനുള്ള ആഗ്രഹമല്ലാതെ മറ്റൊന്നും വെക്കുന്നില്ല. ഓർമ്മയിലൂടെ സദോ പ്രധാനമാകണം. ഞാൻ 5 വികാരങ്ങളുടെയും ദാനം നൽകുന്നു. കാമവികാരം ആദ്യം മുതൽ അന്ത്യം വരെ ദുഃഖം നൽകുന്നു.
ഓർമ്മയുടെ യാത്രയിലൂടെ പൂർണ്ണമായും സത്വപ്രധാനമായി മാറണം. 63 ജന്മങ്ങളിലെ പാപകർമ്മങ്ങൾ ഇല്ലാതാകുന്നു. ഇപ്പോൾ നിർവികാരിയായി മാറണം. ബാബയെ ഓർമ്മിച്ച് ഞാൻ പുണ്യാത്മാവായി മാറുന്നു. പരിധിയില്ലാത്ത ബാബയിൽ നിന്നും ഇപ്പോൾ ബൃഹസ്പതി ദശയുണ്ടാകുന്നു. ഞാൻ പവിത്രമായി മാറി എല്ലാ ദുഃഖങ്ങളിൽ നിന്നും ദൂരെയാകുന്നു. സ്വർഗത്തിന്റെ സ്ഥാപനയിൽ ആർക്ക് എത്ര വേണമെങ്കിലും ശിവബാബയുടെ സഹയോഗിയായി മാറാൻ സാധിക്കുന്നു. ഈ അഴുക്കുള്ള ലോകത്തിൽ ഒരാശയും വെക്കരുത്. ഞാൻ ജീവിച്ചിരിക്കെ മരിക്കാനുള്ള പുരുഷാർത്ഥം ചെയ്യുന്നു. ബാബയെ മാത്രം ഓർമ്മിക്കുന്നു, മറ്റെല്ലാം മറക്കുന്നു. ഇപ്പോൾ ഞാൻ സ്വർഗത്തിലേക്ക് പോകുകയാണ്. വീണ്ടും സൃഷ്ടിയിൽ വന്ന് നാടകം അഭിനയിക്കും. ബാബയുടെ ഓർമ്മയിലൂടെ പാപകർമ്മങ്ങൾ ഭസ്മമാക്കും. ഇതാണ് ഓർമ്മയുടെ അഗ്നി. ഞാൻ പവിത്രമായി രാജർഷിയാകുന്നു. ആത്മാവ് ഓർമ്മയാകുന്ന അഗ്നിയിലൂടെ പാവനമാകുന്നു. ഈ ലോകത്തിൽ തലതിരിഞ്ഞ് ഒരാഗ്രഹവും വെക്കരുത്. സമ്പൂർണ്ണ സതോപ്രധാനമായി മാറുന്നതിനു വേണ്ടി ഈശ്വരീയ മതത്തിലൂടെ നടക്കുന്നു. പാവനമായി മാറി തിരിച്ചു വീട്ടിലേക്ക് പോകണം എന്ന ഒരേ ഒരാശ മാത്രം വെക്കുന്നു. അവസാന സമയം സങ്കല്പം എങ്ങനെയാണോ അതനുസരിച്ചായിരിക്കും ഫലം. മായയുടെ കൊടുങ്കാറ്റിൽ സമയത്തെ പാഴാക്കരുത്. ഞാൻ ബാബ നൽകിയ വരദാനത്തിന്റെ സ്വരൂപമാക്കുന്നു. സദാ ശക്തിശാലി സ്ഥിതിയിലൂടെ പരിധിയില്ലാത്ത സേവനത്തിൽ തത്പരനായിരിക്കുന്ന, പരിധിയുള്ള കാര്യങ്ങളിൽ നിന്നും മുക്തമായിരിക്കുന്നു. ശക്തിശാലി വൃത്തിയിലൂടെ പരിധിയില്ലാത്ത സേവനത്തിൽ സദാ തൽപരനായിരിക്കുകയാണെങ്കിൽ പരിധിയുള്ള കാര്യങ്ങൾ സ്വതവേ സമാപ്തമാക്കും. ചെറിയ ചെറിയ കാര്യത്തിൽ സമയം അല്ലെങ്കിൽ ശേഖരിച്ച ഊർജം പാഴാക്കിക്കളയരുത്. സേവനത്തിൽ സഫലത പ്രാപ്തമാക്കണമെങ്കിൽ വാക്കും പെരുമാറ്റവും പ്രഭാവശാലിയായിരിക്കണം. ഓം ശാന്തി.